എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നോ? ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി തോന്നോ? നിങ്ങൾക്ക് നാണം ഉണ്ടോ? എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? എന്തൊക്കെ കാണിക്കുന്നത്? ഇതൊരു ഷോ അല്ലേ? ഞങ്ങൾക്കൊക്കെ പുറത്ത് പോണ്ടേ? ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കോ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ ഒരാള്. എന്താ ഉറക്കം വരുന്നു? ജിഷിൻ, എന്താണ് നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ? നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. നൂറ, അതില നിങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ അനുമോളുടെ കൂടെ നിന്ന്. അതൊരു തെറ്റാണോ ആശാനെ? വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകളെന്ന് സ്വയം ചിന്തിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു ആക്ടിന്റെ കൂടെ നിൽക്കാൻ എന്താ കാര്യം? അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ പുതപ്പെടുത്തുകൊണ്ടുവരുന്നു, കിടത്തുന്നു. എന്തൊരു നാണക്കേടാണ്. എല്ലാവർക്കും ഇതെന്താണെന്ന് ക്ലാരിറ്റി കിട്ടാൻ ഇങ്ങനെയാണോ കാണിക്കുന്നത്? എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. അഹങ്കാരി. പുതപ്പെടുത്തോണ്ടോ നിങ്ങളല്ലേ? നീ ഇരുന്നാ അറിയാണ്ടടാ. പക്ഷെ നിങ്ങളല്ലേ ഇതൊക്കെ എന്താണ് പുതപ്പെടുത്തുകൊണ്ട് കൊടുക്കുന്നത്? ആലോചിക്ക്. മനുഷ്യരല്ലേ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ഇത്രയും ആൾക്കാർ കാണുന്ന സ്ഥലത്ത് രണ്ട് പെൺകുട്ടികൾ കിടന്ന പുതപ്പിന്റെ അടിയിൽ കാണിക്കുക എന്തൊരു മോശമാണ് കുട്ടി. ഓഹരിത്തരം കാണിക്കരുത്, അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. മസ്താനി, എന്തൊക്കെയാണ് കുട്ടി ഇതൊക്കെ? എന്ത് പറഞ്ഞിട്ടാണ്? കണ്ണുകൊണ്ട് നോക്കണ്ട, കാര്യം പറഞ്ഞാൽ എന്റെ അടുത്ത് നോക്കി സംസാരിക്കണം. ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. നൗ യു സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ. എന്താ എന്തിന്റെ അസുഖമാണ്? ഇവിടെ ഷോയ്ക്ക് വന്നതല്ലേ, കളിക്കാൻ വന്നതല്ലേ? എന്നിട്ട് എന്താ കാണിക്കുന്നത്? ഒരു പ്രത്യേക സ്വഭാവ മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ലെന്നുണ്ട്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കണ്ടത് മാത്രമാണോ? ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇവരുടെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ സംസാരിക്കാം. ഞാൻ നിങ്ങളെ പിടിക്കുന്നുണ്ട്, അവിടെ ഇരിക്കും. ഭയങ്കര ഹിറ്റാണെന്നാണോ നിങ്ങളുടെ വിചാരം? തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. ശരി, അനുമോൾ നിങ്ങൾ കണ്ടോ? കണ്ടായിരുന്നു. നിങ്ങൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ജയിലിലായിരുന്നില്ലേ? രണ്ടാമത്തെ ജയിലിൽ കിടന്ന് കണ്ടോ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. എന്താ നിങ്ങൾ കണ്ടേ? ഇവര് രണ്ടുപേരും ഒരുമിച്ച്. ശരി, ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി. ഞാൻ US ഞാനും നോക്കി. ഞങ്ങൾ അത് കണ്ടിട്ടില്ല. അങ്ങനെ കാര്യം. നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്ത് കണ്ടു എന്ന് പറയോ? അവർ തമ്മിൽ ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ലാലേട്ടാ. ഞാൻ കണ്ടത് തെറ്റാണോ ശരിയാന്ന് ഞാൻ പറഞ്ഞില്ല ലാലേട്ടാ, പക്ഷെ ഞാൻ